മിഥുൻ്റെ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് തേവലക്കര സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരവധി ആളുകളാണ്, നാട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം ആ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. മിഥുൻ കളിച്ചിരുന്ന മൈതാനത്തിനരികിൽ, മിഥുൻ ഓടി നടന്നിരുന്ന വരാന്തയ്ക്കരികിൽ, മിഥുൻ്റെ ക്ലാസ് മുറിക്കരികിൽ, മിഥുൻ്റെ സഹപാഠികൾ ഒരുപാട് സമയം സന്തോഷിച്ചിരുന്ന നടന്നിരുന്ന ഒരു സ്കൂളിലേക്ക് വേദനയേറ്റ ആ ശരീരവുമായി ആംബുലൻസ് എത്തിച്ചേർന്നിരിക്കുകയാണ്. മിഥുൻ്റെ മൃതദേഹം ആ പന്തലിലേക്ക് മാറ്റുകയാണ്. അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ ആ സഹപാഠികൾ അവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെ കാണാൻ അധ്യാപകർ അവിടെ കൂടിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം തന്നെ ആ സ്കൂളിലേക്ക് ഒഴുകിയെത്തുകയാണ്. നമുക്കറിയാം, നേരത്തെ 10:50 മുൻപ് തന്നെ ആംബുലൻസ് 4 കിലോമീറ്റർ മാത്രം അകലെയുള്ള ശാസ്താംകോട്ട ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. പക്ഷേ ഈ സ്കൂളിലേക്കെത്താൻ ഇത്രയും വൈകിയത് തന്നെ ആ നാടൊന്നാകെ തങ്ങളുടെ മകനെ നഷ്ടപ്പെട്ട ഇതിന് സമാനമായ വേദനയിൽ മിഥുനെ ഒരു നോക്ക് കാണാൻ ആ ആംബുലൻസിന് അരികിലേക്ക് ഓടിയെത്തിയതാണ്. ഈ റോഡിന് ഇരുവശവും ആളുകൾ തിങ്ങി നിറഞ്ഞ് അവസാനമായി ഓരോ സ്ഥലത്തും ആ വാഹനം പതിയെ പോകാൻ തന്നെ കാരണം, ഒരു വിലാപയാത്ര ആ തരത്തിലേക്ക് മാറാൻ കാരണം അത്രമാത്രം പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥി, ഒരു കൂട്ടുകാരൻ അവർക്ക് നഷ്ടമായിരിക്കുന്നു എന്ന വേദനയിൽ നിന്നാണ്. കൂട്ടുകാർക്കൊപ്പം ഫുട്ബോൾ കളിക്കാൻ, ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്താൻ മുന്നിൽ നിന്നിരുന്ന, NCCയിൽ ചേർന്ന് സൈനികനാകാൻ ആഗ്രഹിച്ചിരുന്ന, നന്നായി ചിത്രം വരയ്ക്കുമായിരുന്ന, അധ്യാപകരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്ന ഒരു കുട്ടിയെയാണ് വളരെ ദാരുണമായ ഒരു അപകടത്തിൽ നഷ്ടമായിരിക്കുന്നത്. ഷമീർ, അവിടെ പൊതുദർശനത്തിൻ്റെ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് എന്ന് മനസ്സിലാക്കുന്ന എല്ലാവരും ആ പൊതുദർശനത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം എത്രമാത്രം ആളുകളാണ് ആ ചെറിയ ഒരു സ്ഥലത്ത് തന്നെ തിങ്ങിക്കൂടിയിരിക്കുന്നത് എന്ന്. അത്രമാത്രം വേദനയോടെയാണ് ആ സ്കൂൾ മിഥുനെ അവസാനമായി യാത്രയാക്കുന്നത്.